ഒന്ന് നോക്കിയാൽ ഗോപേട്ടാ. എന്നാ നോക്കാനാ? അല്ലി തന്നെ കോഴിയെ കൊണ്ട് തോറ്റിരിക്കും. വന്നേച്ചങ്ങ് പുറത്തേന് നിക്കുവാന്നോ? പറഞ്ഞൂടായിരുന്നോട് അകത്ത് കയറിയിരിക്കാൻ. സമയല്ല ചേട്ടത്തി, ഇതങ്ങ് അമേരിക്ക ചെന്നിട്ട് മായയുടെ വിളി വന്നാലേ ശ്വാസം ഇടാൻ പറ്റത്തുള്ളൂ. കർത്താവേ, എന്റെ മോന്റെ തയ്യലങ്ങ് അമേരിക്ക വരെ എത്തിയെന്ന് പറയും. തയ്യലൊരു കലയാ, ദാവീദ് ഒരു കലാകാരനും. എന്നാ ശരി. ലേറ്റായെന്ന് പറയാൻ വേണ്ടി അജയ മേലിൽ ഈ പടി കയറി പോരുത്. ഇല്ല, അമ്മയാണ് സത്യം. അതുവഴി വരാനോ? ഓ, അവനെ ആ പോലീസുകാരുടെ യൂണിഫോം നന്നായിട്ടൊന്ന് തേച്ച് വെക്കും കേട്ടോ. ആ കലക്ടർ വന്നല്ലോ. നീ എന്നാ ചോക്കൂട്ടാ താമസിച്ചേ? ഇതൊന്നും കൊടുത്തേച്ചും വരാം. വർക്കിച്ചിനെ ഏൽപ്പിച്ച കള്ളു വർക്കിച്ചിട്ട് എന്തോ നിധിയാ തന്നു വിട്ടേക്കുന്നേ. മട്ടനാന്നാ പറഞ്ഞേ. മട്ടണോ? ആ മട്ടന്ന്. ആ കണ്ട എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു മട്ടനുണ്ട് കുപ്പിയും കാണുന്നു. ഇത് എന്നാ ചോക്കൂട്ടാ ഇത്? എനിക്ക് ഇത് അറിയത്തില്ലായിരുന്നു ചേട്ടേ. എന്നാലും അയാൾക്ക് ഇത് കൊള്ളാവോ? നമുക്കിത് കൊടുക്കേണ്ടതാവിയേട്ടാ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വിടരുത് ചേട്ടേ, വേണ്ട ചേട്ടേ, വേണ്ട ചേട്ടാ. സഞ്ജി വന്നേ, കൊടുക്കേണ്ടതാവിയേട്ടാ. നമ്മളങ്ങനെ തോക്കാൻ പാടില്ല. കൊടുക്കരുത്. ഇതേടെ നോക്കി തൂങ്ങിച്ചാവാൻ പോവാണോ? ഇയാള് കാര്യം പറ. ഇത് കണ്ടോ? അത് ശരി, ഇയാളും തുടങ്ങിയോ? വേണ്ട ചേട്ടായി. അപ്പന് കമ്പനി കൂടെ വന്നായിരിക്കും. ആദ്യം ഇറങ്ങി വാ. ഞാൻ ഇറങ്ങാം. എന്നിട്ട് താൻ കയറി കുരുമുളക് പറിക്കോ? കൊച്ചു പറക്കട്ടെ, നമുക്ക് കുപ്പി കൊണ്ട് പോവാന്ന്. വേഗം വാ. എന്റെ കൊച്ചിനെ വഴി തെറ്റിക്കാൻ നോക്കിയാ ഞാൻ വഴി തെറ്റത്തില്ല ചേട്ടായി. എന്താ ദാവിദ, എന്താ പ്രശ്നം? ജോക്കൂട്ടനെ ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് ചേച്ചിക്ക് അറിയാലോ. വർക്കിച്ചായന്റെ കള്ളൂപ്പി വീട്ടിൽ കൊണ്ട് തരാനല്ല ഞാൻ ഇവനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ എന്ത് വേണേലും കാണിച്ചോട്ടെ. അത് പക്ഷേ 4 മതിലിനകത്ത് മാത്രം മതി. മതി മതി. അപ്പനെ എന്നെ അപരാധം ചെയ്തെന്നായി പറയുന്നത്. അമ്മച്ചൊന്ന് ചുമ്മാരി. ആണുങ്ങളാകുമ്പോ ഇച്ചിരൊക്കെ അടിക്കും. ചിലപ്പോ ഇതുപോലെ അടുത്ത വീട്ടിലെ പയ്യന്മാരുടെ കൊടുത്തു വിട്ടെന്നിരിക്കും. ജോക്കൂട്ടനെ ഞാൻ എന്തോന്ന് ജോക്കുട്ടൻ? നിന്റെ പേര് ജോയൽ നല്ലടാ. കള ചേച്ചി, ചേട്ടായി വന്നേ. നീ ചോദിച്ചതിന് ഉത്തരം പറ. നിന്റെ പേര് ജോയൽ നല്ലേ? ആ അതെ, ഈ ഇള്ള കുഞ്ഞുങ്ങളെയാ കുട്ടാന്നൊക്കെ വിളിക്കുന്നത്. നീ നിന്റെ ചേട്ടനോട് പറഞ്ഞേരെ. നിനക്കത് എന്നതാന്നറിയാവോ? അറിയാം, ബ്രാൻഡി. കണ്ടോ കണ്ടോ, ഈ ഇള്ള കൊച്ചിന് പോലും മനസ്സിലായി അത് ബ്രാൻഡിയാന്ന്. ഞാൻ പറഞ്ഞോളാം ദാവിദേ, ഇനി ഇത് ആവർത്തിക്കാതെ നോക്കാന്നല്ല, ആവർത്തിക്കരുത്. കർത്താവാണേ ഇല്ല. ചേച്ചി മട്ടൻ വറുത്തരിച്ചു വെക്കാനാ പറഞ്ഞു. ആ ശരി. മുട്ടന് കുപ്പി കാണിച്ചു തരാം. സ്വന്തം കാര്യം മാത്രം നോക്കാനായിട്ട് അപ്പൻ. മോളെന്ന് പതുക്കെ. ഇല്ല, ഞാൻ ഇനി ഉറക്കെ തന്നെ പറയാൻ പോവാ. ഈ വീടൊന്ന് പണി പൂർത്തിയാക്കണമെന്ന് വല്ല വിചാരമുണ്ടോ? കഞ്ചേടിയായ KSRTC ഡ്രൈവർ വർക്കിച്ചിനോടൊപ്പം ആരാധന മൂത്ത് ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ ഇതൊന്നും ഓർത്തില്ല അല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? തഞ്ചേടി ഇപ്പൊ താൻ തോന്നിയായിട്ട് ജീവിക്കുന്നു. അനുഭവിച്ചോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എന്റെ കർത്താവേ, വൈകുന്നേരം വന്ന് അങ്ങനെ ഇവിടെ എന്തൊക്കെ പുകലാണാവോ ഉണ്ടാക്കാൻ പോകുന്നത്? കോഴ്സ് കഴിഞ്ഞ് ഞാനങ്ങ് ന്യൂസിലാൻഡിൽ പോവും. നിനക്ക് വേണമെങ്കിൽ നീ പഠിച്ച് രക്ഷപ്പെട്ടോ. എന്നാലും നീ ബ്രാൻഡിന്ന് അതെങ്ങനെയാണ് നീ പറഞ്ഞേ? അതിലെഴുതിയിട്ടുണ്ടായിരുന്നു. ആണോ? അതുമല്ല, ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നല്ലേ. നീ ഇതപ്പോ കണ്ടു? നിന്നെ ഗർഭം ചുമക്കുന്ന കാലത്തെ ആഴ്ചയിലൊരിക്കൽ ബ്രാൻഡി തരുമായിരുന്നു നിന്റെ അപ്പൻ. നല്ല ഔഷധാന്നാ പറയുന്നേ. അമ്മ ചോദിച്ചു എന്റെ ചേട്ടായി ഇങ്ങനെ ഓരോന്നാലോചിച്ച് ടെൻഷൻ ആവാതെ. ഏതായാലും ആ ചേച്ചി ഒരു നല്ല ചേച്ചിയാ. സ്ട്രെയിറ്റ്. അമ്മച്ചി, ഞാൻ ഇറങ്ങണേ. ചേട്ടായി ഇറങ്ങണേ. അല്ല, നിനക്ക് പിടിക്കാതെ ഉണ്ടോടാ മോനെ ഈ എന്റെ ഈ ജോക്കുട്ടാന്നുള്ള വിളി? എന്നതാ ചേട്ടായി? അല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. ജോക്കുട്ടാ, എന്തായിട്ടായി? ഇന്ന് നിന്നെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാം. എന്നാത്തിനാ? ഞാനങ്ങ് നടന്നോളാന്നേ. വിഷ്ണുവൊക്കെ അവിടെ കാത്തിപ്പുണ്ട്. അല്ലേ വന്നേ, ഒരുമിച്ചങ്ങ് പോയേക്കാം.